Very good morning, dear students, and welcome to our IB class. Okay, so today is my first class, and we have seen a little portion during our offline classes. Okay, only a small portion is covered. So I am again repeating those portions in brief. Clear? Okay, let's start with the chapter 10, that is Strategy Development in International Business. Strategy Development in International Business, chapter 10. Okay, and so the first part will be taken by Sharina Miss, and 2 modules I am taking for you. Is that okay? And then so we'll begin with. Okay. അപ്പോൾ നമ്മൾ അന്ന് ചെറുതായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ അന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റും നമ്മൾ അന്ന് കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. സോ വി ക്യാൻ ഗോ ടു ദി ടോപ്പിക്, ഇസ്ന്റ് ഇറ്റ്? സോ ടെൽ മീ വാട്ട് ഇസ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ന്യൂ ടേം ഫോർ അസ്, isn't it? So when do you call it as a strategy? What is strategy actually? It is a method. It is a method chosen towards the achievement of a goal. You can say it is a method or it is an action plan. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ഈ സ്ട്രാറ്റജിയൊക്കെ നോർമലി ഫോം ചെയ്യുന്നത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ്സ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ വാട്ട് ഇസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ആക്ഷൻ പ്ലാൻ ചോസൺ ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് എ ഗോൾ. അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വി ആർ പുട്ടിംഗ് ദ റൂട്ട് മാപ്പ്, isn't it? So in the same way, each and every organization has a goal to achieve, and strategy means the way you are going to achieve those goals. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, ആരാണ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ ഗവൺമെൻറ്. അവരവരുടെ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്ന വർഷം ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അവരുടെ 5-year പ്ലാൻ. സോ വെൻ ഈച്ച് ആൻഡ് എവറി ഗവൺമെൻറ് comes into force, so they will set a strategy, they will set a plan how to move forward for the years, for the coming 5 years. അപ്പം 5 വർഷം നമ്മുടെ കയ്യിൽ ഭരണമുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറി തിങ്സ് ആർ കൺസിഡേർഡ്. ഓക്കെ, അപ്പം അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ ഓരോ ഓർഗനൈസേഷനും നമ്മൾ എവിടെ എത്തണം. ഇന്ന് നമ്മളൊരു ഡൊമസ്റ്റിക് കമ്പനിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടുമാറോ വി മേ ഗോ ഗ്ലോബൽ അല്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കാം, നമ്മുടെ പ്രോഡക്റ്റ് ലോകം മുഴുവൻ അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമമായിരിക്കാം. സോ ഇനീഷ്യലി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഹോം കൺട്രിയിലായിരിക്കാം. സോ ദാറ്റ് മേ ബി ഇനീഷ്യലി എ ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് സ്ലോലി ഇറ്റ് മൂവ്സ് ഓൺ ടു എ ഗ്ലോബൽ വൺ. ഓക്കെ, ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് മാറിയേക്കാം. ഇപ്പം പല കൺട്രീസും അവരവരുടേതായ പല ബാങ്കുകൾ, അതേപോലെ തന്നെ പല ബിസിനസ് ഓർഗനൈസേഷൻസ്, ദേ ആർ ജനറലി എക്സ്പാൻഡിങ് ഇറ്റ് ടുവേർഡ്സ് ആ കൺട്രി ലൈക്ക് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഓക്കെ, സോ അങ്ങനെ ഓരോ ഓർഗനൈസേഷനും to achieve their goal, they used to make a strategy, they used to make an action plan. Okay, and now we will see why develop strategies. എന്തിനാണ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പൊക്കൂടെ? നോ. നമ്മൾ ജീവിതത്തിലും
നമുക്കൊരു ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവില്ല, എവിടെയും എത്തിച്ചേരില്ല, അല്ലേ? നമുക്ക് എവിടെ എത്തിച്ചേരില്ല നമ്മുടെ ലൈഫിൽ. നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരാളൊരു ദിവസം അയാളുടെ വണ്ടിയും കൊണ്ട് എങ്ങോട്ടാണെന്നറിയില്ല, പോണ പോക്കിൽ അങ്ങോട്ട് പോവാണ് എന്ന് വിചാരിക്കാം. അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. ആ പൈസ കഴിയണവരിക്കും അയാൾക്ക് ഡീസൽ അടിക്കാൻ അയാൾക്ക് പോവാം. പക്ഷേ അയാൾ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ബിയോണ്ട് ദ ബൗണ്ടറീസ് ഹി കനോട്ട് ഗോ. അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യും. സോ വിത്തിൻ ദി ബൗണ്ടറീസ്. അപ്പോൾ അയാൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും പോകാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു ഗോ ഓൾ അറൗണ്ട് ഇന്ത്യ എന്നുള്ളതാണ്. എല്ലാ സ്റ്റേറ്റുകളും ഒന്ന് കണ്ടുവരാം, ഓരോ സ്റ്റേറ്റുകളിലുമുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കും. ഇപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എന്തിനാണ് ഈ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രാറ്റജീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ഉത്തരമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. വൈ ഡെവലപ്പ് സ്ട്രാറ്റജീസ് ഈസ് റിയലി, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് റിയലി എ വേ ടു ഫോക്കസ്, is really a way to focus the efforts of the company and figure out how they are going to get things done. അവർ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, how they are going to do it, figure out ചെയ്യുക. What is their action plan? So for first 6 months or first 3 years or first 5 years, what is the position of the company? And after that, what are they going to do? Their future plan, their action plan. That is known as strategy. And the efforts taken to it. എവിടെ എത്തി, ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ആഫ്റ്റർ 3 years of the commencement of the business, നമുക്ക് ഒരു എക്സ്പോർട്ട് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് തുടങ്ങി 3 years ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി വൈഡൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് നമുക്ക് വഴിയേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണ്, നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ എന്താണ്, ദറ്റ് ഈസ് ദ എഫേർട്സ് ടേക്കൻ, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ എടുക്കുന്നത്, എങ്ങനെയാണ് വി ആർ ഗോയിങ് ടു റീച്ച് ദ ഗോൾസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫിഗർ ഔട്ട് ഹൗ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് തിങ്സ് ഡൺ, എങ്ങനെയാണ് അവർ ആ അച്ചീവ്മെൻറ്റിലേക്ക് റീച്ച് ചെയ്യാൻ പോകുന്നത്, ഹൗ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് തിങ്സ് ഡൺ, what they are going to do എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടു ദി സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓഫ്ലൈനിൽ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിലുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് SWOT അനാലിസിസ്, സെക്കൻഡ് വൺ ഈസ് ഡിസിഷൻ ടു ഇൻ്റർനാഷണലൈസ്, തേർഡ് വൺ ഈസ് മാർക്കറ്റ് സെലക്ഷൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രോഡക്റ്റ് സെലക്ഷൻ, fifth one is selection of entry mode, sixth one is marketing strategy selection, and last the seventh one is international organization decision. Okay, so SWOT analysis nu parnal endana, the strength, the weaknesses, the opportunities and the threats. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാകാം? ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ആയിരിക്കാം, ആ ഓർഗനൈസേഷനിലുള്ള സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കാം അവരുടെ അസറ്റ് എന്ന് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, ഒരു കമ്പനിയുടെ അസറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം. അതേപോലെ വാട്ട് ആർ ദ വീക്ക്നെസ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. Why to know about the weaknesses? Yes, it's very important. അല്ലേ, നമ്മുടെ കയ്യിലില്ലാത്തത് എന്താണ്, നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, വാട്ട് ഈസ് ദ ഹിൻഡ്രൻസ് ഫോർ ദാറ്റ്, എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? ടെക്നോളജി ഇല്ലേ, അതല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണോ നമ്മുടെ
വീക്ക്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, സ്കിൽഡ് പേഴ്സൺസ് ആരുമില്ല. അപ്പോൾ അതാണോ നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് യുവർ വീക്ക്നെസ്? ഓക്കെ, അതെന്താണെന്നുള്ളത് കണ്ടെത്താം. ആൻഡ് നോ അബൌട്ട് ദി ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഇനിയും നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമ്മളതിൽ തോറ്റുപോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇനി നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? വാട്ട് ആർ ദ നെക്സ്റ്റ് ഡോർസ് ടു ഓപ്പൺ എന്നുള്ളത് നമ്മൾ നോക്കാം. അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന കാര്യം. ഓക്കെ, ആൻഡ് ഫൈനലി ദ ത്രെറ്റ്സ്. നമുക്ക് ഭീഷണിയായിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ നമ്മൾ റീറ്റെയിലറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്, അല്ലേ? അതാണ് അയാളുടെ ഭീഷണി. പോരാത്തതിന് ഇപ്പോൾ ലോക്ക്ഡൗണും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ വളരെ കുറവാണ് വരുന്നത്. ഓൾ ദ പീപ്പിൾ ആർ ഗോയിങ് ഓൺലൈൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ അവരുടെ മെയിൻ ഭീഷണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുറമേ നിന്ന് വരുന്ന ത്രെറ്റുകളായിരിക്കാം. ഒന്നെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം, ഡിഫറെൻറ്റ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് ആയിരിക്കാം. ഇതൊക്കെ അവരുടെ ത്രെറ്റ്സ് ആണ്. ക്ലിയർ? അപ്പോൾ SWOT അനാലിസിസ് എന്ന് പറയുന്നത് when you analyze each and everything in your organization and outside the organization. So inside the organization you can analyze your strength, your weakness and the opportunities to explore, and finally what are the threats you can expect, what are the risks you are going to face that are known as threats. ഓക്കെ, സോ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പം നമ്മൾ നമ്മുടെ SWOT അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഏതിലാണ് നമ്മൾ ശക്തന്മാർ, ഏതിലാണ് നമ്മൾ തീരെ വീക്കായിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നേടാനുള്ളത്, എവിടെയൊക്കെ നമുക്ക് റീച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, എന്തൊക്കെ ഭീഷണികളാണ് നമുക്ക് ഫേസ് ചെയ്യാനുള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് SWOT അനാലിസിസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസിഷൻ ടു ഇൻ്റർനാഷണലൈസ്. സോ വെൻ യു ആർ അപ് ടു ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി കൺട്രി, ഗവൺമെൻറ് ആൻഡ് കൺട്രി പറയുന്ന സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുള്ള എംപ്ലോയീസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എവറിത്തിങ് ഇഫ് വി ഹാവ് ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് ദ ഡിസിഷൻ ടു ഇൻ്റർനാഷണലൈസ്, വി ആർ ഗോയിങ് ടു ക്രോസ് എ ബൗണ്ടറി, അല്ലേ? അതാണ് നമ്മുടെ ബൗണ്ടറി. നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ പതുക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ദാറ്റ് ഈസ് ദ ഡിസിഷൻ ടു ഇൻ്റർനാഷണലൈസ്. ആൻഡ് തേർഡ് വൺ ഈസ് മാർക്കറ്റ് സെലക്ഷൻ, ഹോം മാർക്കറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അവിടെ ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത്, എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നതാണ്. സോ വാട്ട് സ്പെഷ്യൽ ഐ ഹാവ് ടു ഡു ടു വിൻ മൈ ഗുഡ്സ് ഓവർ ദേർ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് മാർക്കറ്റ് സെലക്ഷനിൽ വരുന്നത്. അപ്പോൾ ഏത് മാർക്കറ്റാണ്, ഹോം മാർക്കറ്റിലാണോ നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റ്സിലാണോ കൂടുതൽ സെയിൽ ചെയ്യേണ്ടത്, ആൻഡ് വിച്ച് പ്രൈസ് വി ഹാവ് ടു പ്രിവെയിൽ ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഓൾസോ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലുണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മോണോപ്പൊളി ആയിരിക്കാം. എവിടെ? നമ്മുടെ ഹോം കൺട്രിയിൽ ചിലപ്പോൾ നമ്മൾ മോണോപ്പൊളി ആയിരിക്കാം. പക്ഷേ വെൻ യു ഇൻ്റർനാഷണലൈസ് you will be one among the competitors. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്രയും പറയുന്ന ഒരു പ്രൈസിന് ചിലപ്പോൾ നമുക്കവിടെ ചില നെഗോഷിയേഷൻസ് വരുത്തേണ്ടി വരും. ഓക്കെ, അതാണ് മാർക്കറ്റ് സെലക്ഷനിൽ വരുന്നത്. ആൻഡ് ദെൻ പ്രോഡക്റ്റ് സെലക്ഷൻ. വിച്ച് പ്രോഡക്റ്റ് യു ആർ ഗോയിങ് ടു മാർക്കറ്റ്, വിച്ച് പ്രോഡക്റ്റ് യു ആർ ഗോയിങ് ടു ഇൻ്റർനാഷണലൈസ്. സോ make a beautiful plan and also a right plan
and action to select the product. നമ്മളൊരു പ്രോഡക്റ്റ് ഇൻ്റർനാഷണലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു സം തിങ്സ്. ശരിക്കും കൃത്യമായിട്ടുള്ള സർവേ വേണം. ഈസ് ദിസ് things or these products are required in other countries also? അല്ലേ, നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് സെയിം പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോഡക്റ്റിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വി ആർ ഗോയിങ് ടു വിൻ എന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദെൻ ദി ഫിഫ്ത്ത് പോയിന്റ് ഈസ് സെലക്ഷൻ ഓഫ് എൻട്രി മോഡ്. ഓക്കെ, സെലക്ഷൻ ഓഫ് എൻട്രി മോഡ്, വിച്ച് വേ യു ആർ ഗോയിങ് ടു സെലക്ട്. നമുക്കതിൽ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എ കമ്പനി മേ എൻറ്റർ ദി ഐഡൻറ്റിഫൈഡ് ഓവർസീസ് മാർക്കറ്റ്സ് ത്രൂ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ദാറ്റ് ഈസ് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല കൺട്രീസിലുള്ള എക്സ്പോർട്ട് ഹൗസസ് ഉണ്ടായിരിക്കും. വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഡയറക്ട്ലി ദ ബിസിനസ്, സോ വി ആർ ഇൻഡയറക്ട്ലി സപ്ലൈയിങ് ദ പ്രോഡക്ട്സ് ടു ദോസ് എക്സ്പോർട്ട് ഹൗസസ്. അവരാണ് നമുക്ക് വേണ്ടി സെയിൽ ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദാറ്റ് ബിസിനസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഏതാണ്, ഡയറക്റ്റ് ആണോ നമുക്ക് വേണ്ടത്, ഇൻഡയറക്റ്റ് ആണോ വേണ്ടത്, ഹൗ വി ആർ ഗോയിങ് ടു സെൽ യുവർ പ്രോഡക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ സെലക്ഷൻ ഓഫ് എൻട്രി മോഡിൽ നമുക്ക് വരുന്നത്. ആൻഡ് ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെലക്ഷനാണ്. അതിൽ നമുക്ക് ഏത് മിക്സാണ് നമുക്ക് വേണ്ടത്. പ്രോഡക്റ്റ് സ്ട്രാറ്റജി വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി വരുന്നുണ്ട്, ആൻഡ് തേർഡ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി വരുന്നുണ്ട്. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾക്കും യു ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ്. സോ വിച്ച് സ്ട്രാറ്റജി യു ആർ ഗോയിങ് ടു ഫോളോ ഇൻ യുവർ മാർക്കറ്റിംഗ് മിക്സ്. സോ ഹൗ യു ആർ ഗോയിങ് ടു ഏൺ യുവർ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ വാട്ട് വി ഹാവ് ഇൻവെസ്റ്റഡ് ആസ് ക്യാപിറ്റൽ പ്ലസ് യുവർ പ്രോഫിറ്റ്സ്, ഇത് എന്നാണ് നമുക്ക് റിട്ടേൺ തിരിച്ച് കിട്ടി തുടങ്ങാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് വിച്ച് സ്ട്രാറ്റജി യു ആർ ഗോയിങ് ടു അഡോപ്റ്റ്. പ്രൈസിങ് സ്ട്രാറ്റജി ആണോ, പ്രൈസിൻ്റെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ആണോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയും നല്ല ബ്രാൻഡ് ഇമേജും നമ്മൾ കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്. വിച്ച് സ്ട്രാറ്റജി യു ആർ ഗോയിങ് ടു അഡോപ്റ്റ് ഫോർ യുവർ മാർക്കറ്റിംഗ്. Okay, that is what is said over here. And then is international organizational decision. That is, careful planning should precede selection of most appropriate export market, export product, market entry technique and marketing strategy, taking into account various factors on the demand and supply sides. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കുമ്പോൾ ഫ്രം ഓൾ ദി പാർട്സ് ഓഫ് ദ വേൾഡ് വി ഹാവ് ടു തിങ്ക് ട്വൈസ് ആൻഡ് ത്രൈസ്. മാർക്കറ്റ് സ്ട്രാറ്റജി ആയിക്കോട്ടെ, പ്രൈസിങ് പോളിസി ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സെലക്ഷൻ ആണെന്നുണ്ടെങ്കിലും എൻട്രി മോഡാണെന്നുണ്ടെങ്കിലും വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പോൾ SWOT അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വിച്ച് സ്ട്രാറ്റജി വി ഹാവ് ടു ഫോളോ എന്നുള്ളത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണലൈസ് ചെയ്യാനുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നതും പിന്നെ വിച്ച് കൈൻഡ് ഓഫ് മാർക്കറ്റ് വി വാണ്ട് ടു സെലക്ട് എന്നുള്ളതും പ്രോഡക്റ്റ് സെലക്ഷനും അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് എൻട്രി മോഡ് and then which strategy you are going to adopt for your marketing technique, and finally the international organizational decision. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓഫ്ലൈനിൽ നോക്കിയിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ബ്രീഫായിട്ടൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ? ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ. സോ വി ഹാവ് ഡിസൈഡഡ് ടു ഗോ ഗ്ലോബലി അല്ലേ? നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്ത്, നമുക്ക് ഗ്ലോബലായിട്ട് പോകാനാണ് താല്പര്യം. സോ വാട്ട് ഡു യു മീൻ ബൈ ഗോ ഗ്ലോബൽ? എന്താണ് അതിൽ കൃത്യമായിട്ട് ഞാൻ എഴുതി, when a company extends its reach to all major continents across the globe. വെറും ഒരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ രണ്ട് രാജ്യത്തേക്കോ നമ്മൾ സാധനങ്ങൾ കയറ്റി അയച്ചാൽ
ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ബൈ ഗോ ഗ്ലോബൽ. ഗ്ലോബലി എന്ന് പറയുമ്പോൾ, ടു ഗോ ഗ്ലോബലി എന്ന് പറയുമ്പോൾ മേജർ കോണ്ടിനെൻറ്റ്സ് ആയിട്ടുള്ള എല്ലായിടത്തേക്കും, ഹാവ് ദ 7 കോണ്ടിനെൻറ്റ്സ്. സോ എല്ലാ കോണ്ടിനെൻറ്റിലേക്കും ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എത്തിയിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ സാധനങ്ങൾ കയറ്റി അയക്കുമ്പോഴാണ് നമ്മൾ ഗോ ഗ്ലോബലി എന്ന് പറയുന്ന ഒരു ടേം അവിടെ വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഗ്ലോബൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ടു ബി ഗ്ലോബൽ എന്ന് പറയുമ്പോൾ എ കമ്പനി മസ്റ്റ് എക്സ്റ്റെൻഡ് ഇറ്റ്സ് റീച്ച് ടു ഓൾ മേജർ കോണ്ടിനെൻറ്റ്സ് അക്രോസ് ദ ഗ്ലോബ്, നോട്ട് ജസ്റ്റ് 1 or 2 countries. 1-2 രാജ്യങ്ങളിലേക്ക് മാത്രം നമ്മൾ കയറ്റി അയച്ചതുകൊണ്ട് ഗ്ലോബലി നമ്മൾ ബിസിനസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, അപ്പോൾ എല്ലാ മേജർ കോണ്ടിനെൻറ്റ്സിലേക്കും ഓൾമോസ്റ്റ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ പ്രോഡക്റ്റ് കയറ്റി അയക്കുമ്പോഴാണ് ഇറ്റ് ഈസ് എ ഗ്ലോബൽ ബിസിനസ്, അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പാൻഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കംപ്രൈസസ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി ഇൻക്ലൂഡിംഗ് ക്രൂഷ്യൽ ചോയ്സസ് ഇൻ റിഗാർഡ് ടു പ്രൈമറി മാർക്കറ്റ്സ് ഓഫ് ഫോക്കസ്, ഡിറ്റർമിനേഷൻ ഓഫ് ടാർഗറ്റ് കസ്റ്റമർ ആൻഡ് ചാനൽ സ്ട്രാറ്റജി, റിസോഴ്സ് അലോക്കേഷൻ, product and service value offerings, brand positioning and creation of an operating model. അപ്പോൾ ഏകദേശം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ക്വാളിറ്റി വൈസ് ഇംപ്രൂവ് ചെയ്യണം, സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ അങ്ങനെ ചാടി കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമുക്ക് ഒരു സാധനങ്ങൾ കയറ്റി അയക്കാനായിട്ട് സാധിക്കില്ല. യു ഹാവ് സം നോംസ്, യു ഹാവ് സം റെഗുലേഷൻസ്, യു ഹാവ് സം റൂൾസ് ടു ബി ഫോളോഡ് വൈൽ ഇൻ എക്സ്പോർട്ട് ഓർ ഇൻ ഡൂയിങ് ഇമ്പോർട്ട്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും we have to follow some rules and regulations. So once if a product is want to go overseas a country, മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റി അയക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിയാൽ മാത്രമേ ക്വാളിറ്റി ചെക്കിലൂടെ അത് കടന്നു പോകുള്ളൂ. അതർവൈസ് ഓൾ ദോസ് തിങ്സ് ആർ റിജക്റ്റഡ്. ഇപ്പം ഞാനൊരു നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് പറയാം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വരുന്നത് എവിടെയാണ്? നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈറോഡ്, തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. സോ ഇവിടേക്കൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ മുഴുവൻ ഈ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ് ഫാക്ടറീസാണ്. കട്ടിങ്, സ്റ്റിച്ചിങ്, എക്സ്പോർട്ടിങ് ഇതൊക്കെ അത്രയും സ്പീഡിൽ നടക്കുന്നതാണ്. അത്രത്തോളം ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, വർക്കിംഗ് ഇൻ ദി ഇൻഡസ്ട്രി. ഒരൊറ്റ സ്ഥാപനത്തിൽ 1000 പേരൊക്കെ ഉണ്ടാവും. 1000, 1500, 2000 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും പല ഷിഫ്റ്റുകളിലായിട്ട്. സോ വാട്ട് ഈസ് ദെയർ ഇൻ കോമൺ? അവിടെ യൂസ് ചെയ്യുന്ന സ്വിങ് മെഷീൻസ്, അവിടെ യൂസ് ചെയ്യുന്ന അയണിങ് മെഷീൻസ്, അവിടെ യൂസ് ചെയ്യുന്ന കട്ടിങ് മെഷീൻസ്, ഇതൊക്കെ നിങ്ങൾ പോയി കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ സ്വിങ് മെഷീൻസ് ഉണ്ട് അല്ലേ? പല വീടുകളിലും അമ്മമാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ ചില വീടുകളിൽ അവരവരുടെ അച്ഛൻ തന്നെ തയ്ക്കുന്ന ആൾക്കാരുണ്ട്, അമ്മമാർ തയ്ക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ കാണുന്ന സാധാരണ മെഷീൻസ് അല്ല, അതിനേക്കാളും മോട്ടർ യൂസ് ചെയ്തിട്ട് 3 ഇരട്ടിയോ 5 ഇരട്ടിയോ സ്പീഡിൽ വർക്ക് ചെയ്യാവുന്ന
ജുക്കി മെഷീൻസ് ആണ് അവിടെ സ്വിങ് മെഷീൻസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കട്ടിംഗ് മെഷീൻസ് ഒക്കെ ഓൾമോസ്റ്റ് ജർമ്മൻ ടെക്നോളജി, അതല്ലാന്നുണ്ടെങ്കിൽ ജപ്പാൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടഡ് മെഷീനറീസാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലുള്ള അയൺ ബോക്സ്, അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ട് പിന്നെ വൈഡൻ ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. നിങ്ങൾ ഗാർമെൻറ്റ് ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് കണ്ടിട്ടുണ്ടോ? ഇറ്റ് വിൽ ബി റൗണ്ട് ഷേപ്പ്ഡ് ആണത്. കാരണം എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരിക്കും അതിൻ്റെ അയണിങ് മെഷീൻസൊക്കെ. അപ്പോൾ അത് ഭയങ്കര രസകരമാണ് അവിടെ കാണാൻ. നമുക്കവിടെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ നമുക്ക് ഒപ്പിയെടുക്കാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെയുണ്ട്. അതേപോലെ തന്നെ കട്ടിംഗ് മെഷീൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 100 യൂണിറ്റ് 200 യൂണിറ്റൊക്കെ ഒരുമിച്ചാണ് അവിടെ കട്ടിങ് നടക്കുന്നത്. കാരണം ദ ഡൈ ഈസ് പ്രിപ്പയർഡ് ഇൻ സച്ച് എ മാനർ. ഇപ്പോൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ബനിയൻ എന്ന് പറയുമ്പോൾ, ഒരു ടീഷർട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ഒരു സ്ട്രക്ചറിലാണ് അതിൻ്റെ ഡൈ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ 100 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത് ഇസ് കെപ്റ്റ്. ഓക്കെ, അപ്പോൾ 100 തുണികൾ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. ആ തുണിയുടെ മുകളിലാണ് നമ്മൾ ഈ ഡൈ വയ്ക്കാൻ പോകുന്നത്. ഈ ഡൈ വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് പ്രസ്സിങ് ആണ് ഫ്രം ദി അപ്വേർഡ്സ്. അപ്പം ഈ ഹോട്ട് പ്രസ്സിങ് ഈ തുണികളുടെ മീതെ വരുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകും. സോ വിത്തിൻ 1 മിനിറ്റ് 100 ടീഷർട്ടുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇറ്റ് ഇസ് മൂവ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ടേബിൾ, സ്റ്റിച്ചിങ് ടേബിൾ. അവിടെ പോയിട്ട് അത്രയും സ്പീഡിലിരുന്ന് 100-600 പേര് അവിടെ ഇരുന്നിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ പാക്കിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ് കഴിഞ്ഞാൽ പിന്നെ പാക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ അത് ബോക്സിലാക്കി വെയർ ഹൗസിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. സോ ഓൾ ദിസ് പ്രോസസ്, ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഈസ് ഡൺ. ആ ചെക്കിങ് എന്ന് പറയുന്നത്, ചെക്കിങ് ഈച്ച് ആൻഡ് എവറി പീസ് എന്ന് പറയുന്നത്, അതിൽ ഒരു ലൈൻ മിസ്സായി കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രൈപ്ഡ് ടീഷർട്ട്, ഒരു സ്ട്രൈപ്ഡ് ടീഷർട്ടാണെന്ന് വിചാരിക്കാം, നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈൻസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ബീൻ റിജക്റ്റഡ്. ഓക്കെ, അത് റിജക്റ്റഡ് ആണ് ആ പീസ്. അവിടെ നോ സെൻറ്റിമെൻറ്റ്സ്. നിങ്ങൾ എത്ര തുണികളാണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്പർ ഓഫ് പീസ് വർക്കിനാണ് അവർ ചാർജ് തരുന്നത്. അപ്പം നമ്മൾ ആ ചെയ്യുന്ന സ്പീഡിൽ ചിലപ്പോൾ ആ സ്ട്രൈപ്ഡ് ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആ സൈഡ് സ്റ്റിച്ചിൽ നമുക്കറിയാം 2 ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ലൈൻസ് ഒപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് പീസ് ഇസ് റിജക്റ്റഡ്. ഒന്നെങ്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റിലോ അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് സർപ്ലസിലോ നമുക്ക് കിട്ടും അറ്റ് എ വെരി ലോ പ്രൈസ്. അതല്ലാന്നുണ്ടെങ്കിൽ തൂക്കി വിൽക്കും, ഇത്ര കിലോന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് തൂക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സെക്കൻഡ്സ് ആയിട്ട് നടക്കുന്ന സെയിൽസുകളാണ്. പക്ഷേ ഫസ്റ്റ് ഹാൻഡ് സെയിൽ അത് വളരെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഒരു ലൈൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ. ഈവൻ വെൻ യു ആർ സ്റ്റിച്ചിങ് ദി ഷർട്ട്സ്, ഒരു ബട്ടൻ്റെ പൊസിഷൻ, ബട്ടണിൽ നമ്മൾ പിടിപ്പിക്കുന്ന നൂല്, അതിൻ്റെ പൊസിഷനിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിജക്റ്റഡ്. അതിൽ ക്രോസ് സ്റ്റിച്ച് ഇല്ല, ബട്ടണിൽ ക്രോസ് സ്റ്റിച്ച് ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക അവർ. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ അറിയാണ്ട് തെറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ മെഷീൻ ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. ഹ്യൂമൻ മെയ്ഡ് വരുമ്പോഴാണ് അതിൽ മാറ്റം വരിക. ഓക്കെ, മെഷീൻ മെയ്ഡ് സ്റ്റിച്ചിങ് ഒക്കെ വരുമ്പോൾ ഒരുവിധം ക്ലിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈച്ച് ആൻഡ് എവറി തിങ്സ് ആർ നോട്ടഡ് വെരി വെരി ക്ലിയർലി, ആൻഡ് ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് ഫോൾട്ട് ഇറ്റ് ഹാസ് ബീൻ
റിജക്റ്റഡ് എന്നുള്ളതാണ്. സോ അത്രയും സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോർട്ട് ചെയ്യണേൻ്റെ വാതിലിൻ്റെ അവിടേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. Okay, so once if you decide to internationalize, you have to you need some of the requirements. എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന requirements എന്തൊക്കെയാണ്? Okay, here the legal presence, tax regulations, labor laws, social security burden, compliance requirements, capital repatriation, funding local operations, corporate accounting and tax frameworks, banking relations, import-export procedures, immigration and or work permit requirements. ഇത്രയും പേപ്പേഴ്സാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ. സോ വെൻ യു ആർ പ്ലാനിങ് ടു ഇൻ്റർനാഷണലൈസ്, നമ്മൾ ചെയ്യേണ്ട വെൻ യു ആർ പ്ലാനിങ് ടു ഗോ ഗ്ലോബൽ, നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ്, ലീഗൽ പേപ്പേഴ്സ്. സെക്കൻഡ് തിങ് ഈസ് ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റെഗുലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പേപ്പേഴ്സ്. അതേപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചതിൻ്റെ ഹ്യൂമൻ റിസോഴ്സിൻ്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ ലേബറിൻ്റെയോ നിയമങ്ങളും. അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ബർഡൻ, സൊസൈറ്റിക്ക് നമ്മളൊരു സോഷ്യൽ ഒബ്ലിഗേഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദെൻ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സിൽ നമുക്ക് വരുന്നത് എന്താ പറയുക, എന്തൊക്കെ റൂൾസാണ്, എന്തൊക്കെ പോളിസികളാണ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. അതേപോലെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ റിപ്പാട്രിയേഷൻ. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ റിപ്പാട്രിയേഷൻ? അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫോറിൻ കൺട്രീസ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഹൗ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്, ഇൻ വിച്ച് വേ എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴികൾ, അതാണ് ക്യാപിറ്റൽ റിപ്പാട്രിയേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഫണ്ടിങ് ലോക്കൽ ഓപ്പറേഷൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് ഫ്രെയിംവർക്ക്, പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഫൈനലി ഇത് ഇമിഗ്രേഷൻ വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് എന്തിനു വേണ്ടത്, നമ്മുടെ എക്സ്പാൻഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ പ്രോസ് ആൻഡ് കോൺസ്? അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്കോപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആൻഡ് വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഓർ വാട്ട് ആർ ദ ചലഞ്ചസ് വി ആർ ഗോയിങ് ടു ഫേസ് എന്നുള്ളതാണ്. ദാറ്റ് ആർ നോൺ ആസ് പ്രോസ് ആൻഡ് കോൺസ്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വിത്തും വേരും നമ്മൾ ചകഞ്ഞെടുക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറയണേ കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ എക്സ്പാൻഷനിൽ വരുന്നത് ആക്സസ് ടു ന്യൂ റീജിയണൽ മാർക്കറ്റ്സ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അട്രാക്റ്റീവ് ടു കമ്പനീസ് ദാറ്റ് മേ ബി ലൊക്കേറ്റഡ് ഇൻ ലെസ് ഡെവലപ്ഡ് എക്കണോമീസ് ആൻഡ് മാർക്കറ്റ് റീജിയൻസ് വെർ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ്. പല ഡെവലപ്ഡ് കൺട്രീസും അവരുടെ നാട്ടിലത്തെ അല്ലെങ്കിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് അവർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിലാണ്. അതിനെയാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത. സോ വൈ ദോസ് കൺട്രീസ് ആർ മോർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്? എന്താണ് അട്രാക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ഓഫ് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഹൈ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും, ഹൈ സാലറി കൊടുക്കേണ്ടി വരും, ഹൈ വേജസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ബട്ട് ഇൻ ആൻ അണ്ടർഡെവലപ്ഡ് കൺട്രി low wages, low salary when compared to the developed country. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനിൽ വരുന്ന അല്ലെങ്കിൽ ഏഷ്യ കോണ്ടിനെൻറ്റിൽ വരുന്ന കൺട്രീസൊക്കെ ആർ മോർ അട്രാക്റ്റഡ് ഫോർ ദിസ്, ആർ മോർ അട്രാക്റ്റഡ്. അവിടെ കുറേ ബിസിനസ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ പാർട്സുകളും ദാറ്റ് ഈസ് എന്താ പറയുക, ഓരോ കമ്പനിയുടെയും ഫൈനൽ പ്രോഡക്റ്റിൻ്റെ കുറേ പാർട്ടുകൾ പല രാജ്യങ്ങളിലായിട്ട് അവർ
ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ എന്താ പറയുക എംപ്ലോയീസിനെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരിനെ യൂസ് ചെയ്തിട്ട് അവരിതൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് അവർ ഇന്ന സ്ഥലത്തേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യണം. ആൻഡ് ഫൈനൽ അസംബ്ലിങ് മാത്രമാണ് അവിടെ നടക്കുന്നുള്ളൂ. സോ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ദേ ആർ മേക്കിംഗ് ദ ഫൈനൽ അസംബ്ലിങ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക ലോ വേജസ് അല്ലെങ്കിൽ ലോ സാലറി കൊടുക്കാവുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ മോർ അട്രാക്റ്റഡ് ഫോർ ദിസ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ഇൻ്റർനാഷണലൈസ് ആവാൻ എളുപ്പമാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ബ്രാൻഡ് റെക്കഗ്നിഷൻ. ബ്രാൻഡ് റെക്കഗ്നിഷൻ, ഓപ്പണിംഗ് ബ്രാഞ്ചസ് abroad can expand brand recognition to attract new customers and establish credibility in the marketplace. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. മെക്ഡൊണാൾഡ്സ് അല്ലേ, ഓൾ ഓവർ ഇന്ത്യ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇന്ത്യൻ കമ്പനി. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അവർ പല സ്ഥലങ്ങളിലേക്കും അവരത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, പല രാജ്യങ്ങളിലായിട്ട് അവർ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡ് നെയിം നിലനിർത്താനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഓപ്പണിംഗ് ബ്രാഞ്ചസ് അബ്രോഡ് can expand brand recognition. Most of the people recognize, oh, this is from this country എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പെപ്സി ഇറ്റ്സ് നോട്ട് എ ഇന്ത്യൻ കമ്പനി അല്ലേ, ബട്ട് ഇറ്റ്സ് ഓപ്പണിങ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ആൻഡ് ഓൾസോ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുറേ ഇഷ്യൂസ് വന്നിട്ട് പല സ്ഥലങ്ങളിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ സപ്ലൈ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Clear? And then is less cost of production. Third point is less cost of production. It is a common practice for companies to outsource production to countries with less expensive labor and infrastructure cost. അപ്പോൾ എവിടെയാണോ ലേബർ കോസ്റ്റും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റും ഏറ്റവും കുറവായിട്ട് അവർക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ അങ്ങനത്തെ കൺട്രീസിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം വെൻ ദേ ഹാവ് ബ്രിങ് ഡൗൺ ഓൾമോസ്റ്റ് ദെയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദേ ക്യാൻ ഇൻക്രീസ് ദ പ്രോഫിറ്റ്. So for that reason they are looking for the countries or for a good place to start their production with a low salary and also with a very less infrastructure cost. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഏതാണ് എന്നുള്ളതൊക്കെ നോക്കി അവരെന്ത് ചെയ്യാണ്, അവർ ഇപ്പോൾ നമ്മൾ ചില നമ്മുടെ പല ഹോസ്പിറ്റൽസും UAE ആയിട്ട് ടൈഡപ്പാണ്. അപ്പോൾ അവിടെ എന്താ പറയുക എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കറൻസി നമ്മുടെ ഇന്ത്യൻ കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത്രയും ലോ പ്രൈസാണ് അവർക്ക് കിട്ടുന്നത്, അത്രയും ലോ മെഡിക്കൽ ഫീസാണ് അവർക്ക് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ പല മേജർ സർജറീസും അവർ ചെയ്യുന്നത് ഇന്ത്യയിൽ വന്നിട്ടാണ്. Why it is so? Those people are given preference. അവരെന്തുകൊണ്ടാണ് ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു? ബിക്കോസ് വൺ തിങ് ഇസ് ബെറ്റർ കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൻഡ് ദെൻ മെയിൻ തിങ് ഇസ് വെൻ ദെയർ കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത് ദി ഇന്ത്യൻ കറൻസി അവർക്ക് അത്രയും കുറവ് എക്സ്പെൻസേ അവർക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് മാക്സിമം എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും ഒരു പ്രോഡക്റ്റുമേ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് യൂസ് ഓഫ് ഫ്രീ ട്രേഡ് സോൺസ്. മെനി കൺട്രീസ് ഓഫർ free trade zones to encourage participation by foreign companies in transport, storage, production facilities. ഫ്രീ ട്രേഡ് സോൺസ് ഉണ്ട്, എക്സ്പോർട്ട് പ്രോസസ്സിങ് സോൺസുകളൊക്കെ കുറേ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പല ഫോറിൻ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദെയർ ഈസി കൺവെയൻസ്.
അതിനുള്ള സ്റ്റോറേജ് സ്പേസും ട്രാൻസ്പോർട്ടേഷനും പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. സോ ഈ എക്സ്പോർട്ട് ട്രേഡ് സോണിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ കമ്പനീസൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കാം. വി ആർ ഫ്രീ ഫ്രം ഓൾ ദോസ് റെഗുലേഷൻസ് ഓൾസോ. കാരണം അതൊക്കെ ഗവൺമെൻറ് നോക്കിക്കോളും. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു അണ്ടറിലാണ് നമ്മൾ കാര്യങ്ങൾ എക്സ്പോർട്ട് പ്രോസസ്സിങ് സോണിലാണ് നമ്മൾ നമ്മുടെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ അവർ നോക്കിക്കോളും. നമുക്ക് വലിയ തലവേദനകൾ ഇഷ്യൂസൊന്നുമില്ല. സോ അവരെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവിടെ സെറ്റപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷനായാലും സ്റ്റോറേജിനായാലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനായാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നീക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ പുറമെ തനിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കി ഓൾ ദോസ് കമ്പനീസ് വിൽ ബി ദെയർ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുക, ചിലപ്പോൾ ചില രാജ്യങ്ങൾ നമ്മളായിട്ട് റൈവൽ കൺട്രീസ് ആയിരിക്കാം. അപ്പം നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാണ്ട് ചിലപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു ചാടിയതായിരിക്കും. സോ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാനും പല കൺട്രീസിനും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യാനും അതിൻ്റേതായ പ്രൊസീജിയേഴ്സും LCനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പല ഓർഗനൈസേഷൻസും അവരവരുടെ സ്ഥാപനങ്ങൾ എക്സ്പോർട്ട് ട്രേഡിംഗ് സോണിലോ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോണുകളിലൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിരിക്കും. ഒന്നെങ്കിൽ ഹാർബറിന് അടുത്തായിട്ടായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർലൈൻസിൻ്റെ അടുത്തായിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഫെസിലിറ്റീസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ കൺവെയൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വിൽ ബി വെരി ഈസി ഫോർ ദം ആൻഡ് ഓൾസോ ദി പ്രൊഡക്ഷൻ ഓൾസോ. ഓക്കെ. സോ അങ്ങനെയാണ് 4 കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യുന്നത്. പ്രോസ് ഓഫ് global expansion. First one is access to new regional markets for products and services. Second one is brand recognition. Third one is less cost of production. And fourth one is use of free trade zones. Okay. And now we'll move on to the cons of the global expansion. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഈവൻ വിത്ത് ദി അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പാൻഷൻ, എവറി കമ്പനി വിൽ ഫേസ് സം ചാലഞ്ചസ് വെൻ എൻറ്ററിങ് ഇൻ ടു ഫോറിൻ മാർക്കറ്റ്സ്. So it is just not like the domestic markets. We are going into the foreign markets which from all parts of the country are going to come in as our competitors. So we are going to go through a tough time എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇൻകോർപ്പറേഷൻ, കോസ്റ്റ് ആൻഡ് റെഗുലേഷൻസ്. Companies establishing their own production facility or setting up a branch will face registration and incorporation hurdles that can be significant and time consuming without expert assistance. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ദാറ്റ് ഈസ് മറ്റൊരു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയേഴ്സ്, രജിസ്ട്രേഷൻസ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഹേർഡിൽസ്, തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. And second one is cultural and language barriers. Most regional markets such as European Union or Southeast Asia still have cultural and language barriers. So main ആയിട്ട് അവർക്ക് വരുന്നത് എന്താണ്? അവരുടെ ലാംഗ്വേജിൽ വരുന്ന ഇഷ്യൂസാണ്. സോ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പറയുന്ന പ്രൊസീജിയേഴ്സ് അവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദീസ് ആർ വെരി കോമൺ ഇഷ്യൂസ്. ആൻഡ് ദെൻ ഇസ് ടൈറ്റനിങ് ഇമിഗ്രേഷൻ റൂൾസ്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ്? വളരെ ടഫ് ടൈമാണ്. കോവിഡിൻ്റെ സെക്കൻഡ് വേവിൻ്റെ ടഫ് ടൈമിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദി കൺട്രീസ് ആർ ക്ലോസ്ഡ് ഡൗൺ, ആർ അണ്ടർ ലോക്ക്ഡൗൺ. വി ആർ ഓൾസോ പ്രഡിക്റ്റിംഗ് ദാറ്റ്. വി ആർ ഓൾസോ ഗോയിങ് ടു ഫേസ് ദാറ്റ്. നമ്മുടെ തൊട്ട് അടുത്ത് ഉള്ള വീടുകളിലൊക്കെ ഇത് വന്ന് തുടങ്ങി. കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിട്ട് പല ഏരിയാസും മാറിക്കഴിഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവാനാണ് പോകുന്നത്. ഓരോ ദിവസവും കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ ഒരു സമയത്ത് പല രാജ്യങ്ങളും ലോക്ക്ഡൗണുകളും ക്ലോസ് ഡൗണുകളും ഇതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടാവുക? എവിടെ ഉണ്ടാവില്ല. സ്റ്റേറ്റുകൾ തമ്മിൽ അടച്ചു, കൺട്രികൾ തമ്മിൽ അടച്ചു. എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടാവുക? നത്തിങ് വിൽ ബി ദേർ. ജനങ്ങൾ ഏതിലേക്ക് പോവും? ഒരു ഫാമിനിലേക്ക് പോവും അല്ലേ? സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് all of the people are struggling so much. ഫിനാൻഷ്യലായിട്ടും അല്ലെങ്കിൽ ജോലിയില്ലാത്തൊരവസ്ഥയായിട്ടും അല്ലെങ്കിൽ രോഗം വന്നിട്ടുള്ളൊരവസ്ഥയായിട്ടും ഹെൽത്ത് ഇഷ്യൂസായിട്ടും എന്തൊക്കെ അവസ്ഥകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും എന്താ പറയുക, അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരും നമുക്ക് അവിടേക്ക് ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി കിട്ടാനായിട്ട്. ഓക്കെ, ദ ടാസ്ക് ഓഫ് സെറ്റിംഗ് അപ്പ് എ ബ്രാഞ്ച് ആൻഡ് അസൈനിങ് സ്റ്റാഫ് ക്യാൻ ബി ഡോണ്ടിങ് ഇൻ ദ ഫേസ് ഓഫ് ഇമിഗ്രേഷൻ റൂൾസ് ഫോർ ലോങ് ടേം വർക്കേഴ്സ്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യേണ്ടി വരും ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിനെ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഇമിഗ്രേഷൻ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല തടസ്സങ്ങളും നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ് ചാലഞ്ചസ് ആണ്. ഒന്ന് ഇതിൻ്റെ കോസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഇതിൻ്റെ റെഗുലേഷൻസ് ആയാലും. സെക്കൻഡ് തിങ് ഇസ് ലാംഗ്വേജിൽ വരുന്ന ബാരിയേഴ്സ്. തേർഡ് വൺ ഇസ് ഇമിഗ്രേഷൻ റൂൾ എന്തെങ്കിലും ടൈറ്റനിങ് വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ചാലഞ്ചാണ്. സോ ദീസ് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഇൻ ഗ്ലോബൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളെടുത്ത് എന്താണ് സ്ട്രാറ്റജി. അപ്പോൾ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്, ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഇഫ് യു ആർ വില്ലിംഗ് ടു ഗോ ഗ്ലോബലി, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് യു നീഡ് ആൻഡ് വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദി ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്, ആൻഡ് ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ്, please feel free to ask me. Thank you. See you in the next class. Bye bye.